നരകത്തിൽ പെട്ടുപോയവന്റെ അവസ്ഥ എന്താ? നരകത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മാലിക് എന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനോട് വിളിച്ചുകൊണ്ട് പറയുന്നു, യാ മാലിക്, യാ മാലിക്, യാ മാലിക്, ഓ നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കേ. മാലിക്കിനെ വിളിക്കുകയാണ്. മാലിക്കിനെ വിളിച്ചുകൊണ്ട് പറയുകയാ, യാ മാലിക് ഖദ് ഹഖ അലൈനൽ വഈദ്, ഖദ് ഹഖ അലൈനൽ വഈദ്. ഞങ്ങൾക്ക് വന്ന മുന്നറിയിപ്പിതാ വാസ്തവമായിരിക്കുന്നു മാലിക്കേ. ഞങ്ങൾ ദുനിയാവിലെ അമൂല്യമായ സമയങ്ങളെ അടിച്ചു പൊളിച്ചു തീർത്തവരാ മാലിക്കേ. ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങളിപ്പോൾ അത് വാസ്തവമാണെന്ന് അംഗീകരിക്കുന്നു. വയാ മാലിക്, വയാ മാലിക് ഖദ് അസ്ഖലനൽ ഹദീദ്. ഇവിടെയുള്ള ശിക്ഷകൾ വല്ലാത്ത കടുപ്പമാ, ഇവിടെയുള്ള ദണ്ഡുകൾ വല്ലാത്ത കടുപ്പമാ. ഇരുമ്പിനാലുള്ള ദണ്ഡ, അസഹ്യമായ പ്രയാസമാ മാലിക്. യാ മാലിക് ഖദ് നളിജത് മിന്നൽ ജുലൂദ്. ഞങ്ങളുടെ തൊലികൾ പൊളിഞ്ഞു പോകുന്നു മാലിക്കേ, ഞങ്ങളുടെ തൊലികൾ പൊളിഞ്ഞു പോകുന്നു മാലിക്കേ, ഞങ്ങളുടെ തൊലികൾ പൊളിഞ്ഞു പോകുന്നു മാലിക്കേ. യാ മാലിക് അഖ്രിജ്നാ മിൻഹാ, ഒന്ന് രക്ഷപ്പെടുത്തു മാലിക്കേ. ഫഇന്നാ ലാ നഊദ്, ഒരിക്കലും ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരപ്പെടാത്ത നിലക്ക് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തു മാലിക്കേ എന്നലമുറയിട്ട് കരയുമ്പോ ഉടൻ തന്നെ സബാനിയത്തിന്റെ മലക്കുകൾ പറയും, ഫതഖൂലു സബാനിയ, സബാനിയത്തിന്റെ മലക്കുകൾ പറയും, ഹൈഹാത്ത ലാ തഹീനമാൻ വലാ ഖുറൂജ ലക്കും മിൻ ദാരിൽ ഹവാൻ ഫഖ്സഹൂ ഫിഹാ, ഫഖ്സഹൂ ഫിഹാ വലാ തുകല്ലിമൂൻ. നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ, നിങ്ങൾക്കിനി നിർഭയത്വം സ്വപ്നം കാണണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറപ്പെട്ടു പോകാൻ ഒരു വഴിയുമില്ല കേട്ടോ. അതുകൊണ്ട് മലക്കുകൾ പറയുന്നു, ഓ മനുഷ്യരെ, വലാ തുകല്ലിമൂ, മിണ്ടിപ്പോകരുത് നിങ്ങൾ, മിണ്ടിപ്പോകരുത് നിങ്ങൾ, മിണ്ടിപ്പോകരുത് നിങ്ങൾ. സമയം തന്നില്ലടോ, പാങ്ക് കേട്ടില്ലടോ, റമളാൻ വന്നില്ലടോ, പാപമോചനത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടില്ലടോ, നരകമോചനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടില്ലടോ, കരുണ കോരിച്ചൊരിയുന്ന രാവുകളും പകലുകളും തന്നില്ലടോ, അവസരങ്ങൾ 1000 തന്നില്ലടോ. നീ എന്തു ചെയ്തു, നീ എന്തു ചെയ്തു, ഇനി കരയണ്ടടോ. ലാ തുകല്ലിമൂ, മിണ്ടിപ്പോകരുത് കേട്ടോ, മിണ്ടിപ്പോകരുത് കേട്ടോ. ഒന്ന് ചിന്തിക്കാര് രക്ഷപ്പെടുത്തും. ഉറച്ചു ചെല്ല്, അല്ലാഹുമ്മ ഇഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഅ്തിഖ്നാ وأدخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലേക്ക് പോകുന്നതിന് ആർക്കെങ്കിലും പേടിയുണ്ടോ? പേടിയുണ്ടോ? നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? 2 കണ്ണുകൾ നരകത്തിൽ പോവില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, 2 കണ്ണുകളുടെ ഉടമസ്ഥർ 2 വിഭാഗം ആളുകൾ നരകത്തിൽ പോവില്ല. ഒന്ന് കേട്ടു പഠിച്ചോ സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ, ഐനാ
രണ്ട് കണ്ണുകളുണ്ട്. ലാ തമുസ്സുഹുമന്നാർ. ആ രണ്ട് കണ്ണുകളും നരകത്തിൽ പോവില്ല. ആ രണ്ട് വിഭാഗക്കാരുടെ കണ്ണുകൾ നരകത്തിൽ പോവില്ല. ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ? ആരാണ് കൂട്ടരെ ആ ഭാഗ്യമുള്ള കൂട്ടക്കാർ? ഐനുൻ ബകത് ഫീ ജൗഫിൽ ലൈലി മിൻ ഖശിയത്തില്ലാഹ്. രാത്രിയുടെ പാതിരാവിന്റെ പഴുതിലൂടെ പടച്ചവനായ ഉടമസ്ഥന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന കണ്ണുനീരൊഴുകുന്ന നയനങ്ങളുടെ ഉടമസ്ഥനാരാണോ അവർക്ക് നരകം മന്യമാണ് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതമാണ്, പ്രവാചകന്റെ വാക്കുകളാണ്. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ടുണ്ടോ? പലതിനും കരഞ്ഞിട്ടുണ്ട്. നമ്മൾ പലതിനും കരഞ്ഞിട്ടുണ്ട്. കച്ചവടം പൊട്ടിയപ്പോൾ കരഞ്ഞിട്ടുണ്ട്, പണം നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ട്, പ്രേമിച്ച പെണ്ണ് ലൈൻ പൊട്ടിയപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരാ, പല ഭൗതിക വിഷയങ്ങൾക്ക് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പലരോടും പലതും ചോദിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ, ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ പറ്റാതെ വന്നപ്പോൾ കരഞ്ഞിട്ടില്ലേ? നമ്മുടെ കണ്ണ് നാം അറിയാതെ നനഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ടവരും മുറ്റവരും ഉടയവരും അവരുടെ കഫം തുണി കണ്ടപ്പോൾ കരഞ്ഞിട്ടുണ്ട്. അവരുടെ ശരീരത്തിലേക്ക് അത്തറ് പൂശിയപ്പോൾ കരഞ്ഞിട്ടുണ്ട്. അവരെ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തപ്പോൾ കരയാത്ത കാട്ടാള ഭാവമുള്ളവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അവരെ കൊണ്ട് മുമ്പിൽ ക്രോസായിട്ട് വെച്ചപ്പോൾ പിന്നിൽ നിന്ന് പതറിയ ശബ്ദത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നിന്ന് കരഞ്ഞിട്ടുണ്ട്. അവരെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയപ്പോൾ അവസാനത്തെ പിടിമണ്ണ് വാരിയിട്ടപ്പോൾ അപ്പോഴും കരഞ്ഞിട്ടുണ്ട്. വിലകത്തിന്റെ വിലാപത്തിന്റെ വിരഹത്തിന്റെ ദുഃഖത്തിൽ അപ്പോഴും കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് നീ രണ്ടിറ്റ് കണ്ണുനീര് കരഞ്ഞിട്ടുണ്ടോ? ആരോരും കാണാതെ കരഞ്ഞിട്ടുണ്ടോ? റബ്ബും നീയും മാത്രം, പടച്ചവൻ നീയും മാത്രം, ആരുമില്ലടോ. അങ്ങനെ ഒരു കരച്ചിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണമോ സഹോദരങ്ങളെ? ഹബീബായ പ്രവാചകനാ പറയുന്നത്, ഐനും ബകത് ഫീ ജൗഫിൽ ലൈലി മിൻ ഖശിയത്തില്ലാഹ്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല പാതിരാവിലെ കരഞ്ഞത്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞത്. ആ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 മിനന്നാറിന്റെ 10 നരകത്തെ പേടിച്ചുകൊണ്ട് കരയാൻ കണ്ണുകളുണ്ടോ? നരകമോചനം ലഭിക്കുമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗം ഏതാ? വഅൈനും ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമുളച്ച കണ്ണുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമുളച്ച കണ്ണുകളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓർമ്മ വരികയല്ലടോ ഫലസ്തീനിന്റെ മണ്ണ്. നമുക്ക് ഓർമ്മ വരുന്നില്ലടോ, നമുക്ക് ഓർമ്മ വരുന്നില്ലടോ ഗസയിലെ പാവപ്പെട്ട മക്കളുടെ കരച്ചിലുകൾ. ആ പാവപ്പെട്ട മക്കളുടെ കരച്ചിലുകൾ, അവരുടെ പകച്ചിലുകൾ, അവരുടെ ഓട്ടങ്ങൾ, അവരുടെ നെടുവീർപ്പുകൾ, പുഞ്ചോമനകളുടെ ചഞ്ചായം, രക്തം കൊണ്ട് ചഞ്ചായമണിഞ്ഞ ഗസയുടെ തീരങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാക്കാൻ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാക്കാൻ, എന്റെ സഹോദരനെ കാക്കാൻ, അല്ലാഹുവിന്റെ പള്ളി കാക്കാൻ ഉറക്കമുളച്ചിരിക്കുന്ന കണ്ണുകൾ, ഗസയുടെ തീരത്തുള്ള കണ്ണുകൾ. തൂബാ ലി അഹ്ലി ശാം. ഹബീബിന്റെ വാക്കാൻ, 15 നൂറ്റാണ്ട് മുമ്പുള്ള വാക്കാൻ. സിറിയയിലുള്ള മക്കളെ, സിറിയയിലുള്ള മക്കളെ, മുത്തുനബിയുടെ വാക്കാണ്. ശാം, തൂബാ ലി അഹ്ലി ശാം, തൂബാ ലി അഹ്ലി ശാം. ശാമിലുള്ള ആളുകളെ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ അകാരണമായി കൊല്ലപ്പെടുമ്പോൾ, നിങ്ങൾ അകാരണമായി രക്തം ചീന്തപ്പെടുമ്പോൾ, നിങ്ങൾ അകാരമായി ജൂതപരിശകളുടെ ആ വെടികൾക്കുള്ളിൽ പകച്ചു കിടങ്ങേറായി മുസീബത്തുകൾ ഏറ്റെടുക്കുമ്പോൾ, സ്വന്തം നെഞ്ചുകൾ പിളർന്ന് അവരുടെ വെടിയുണ്ടകൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ, തലച്ചോറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ, ഉച്ചവരുടെ മയ്യത്തുകൾ കൊണ്ടുകൂടി എന്ത് ചെയ്യാനൊക്കും, എന്ത് ചെയ്യാനൊക്കും, ആരോ
ആരോട് പറയും ഈ സമുദായത്തിന്റെ അവസ്ഥ? ആര് കാക്കാനാ ലോകരാഷ്ട്രങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവരൊക്കെ ഈ ദുനിയാവിന്റെ വർണ്ണശബളിമയിൽ വലിയ വലിയ പർവ്വങ്ങളും പർവ്വത സമാനമായ രമ്യഹർമ്മങ്ങളും തീർക്കാൻ അവർ ലോകത്തുള്ള സയോണിസ്റ്റുകളോട് മത്സരിക്കുമ്പോൾ, അവർ യൂറോപ്യൻ ഭൗതികമായ പരാജയപ്പെടുത്തലുകൾ നടത്താൻ മുസ്ലിം പേരുള്ള അറബി ഭാഷ സംസാരിക്കുന്ന മുസ്ലിം നാമധാരികളാകുന്ന രാജാക്കന്മാരുടെ പദവികളുള്ളവർ, മിനിസ്റ്റർമാരുടെ പദവികളുള്ളവർ, ആഗോളതലത്തിൽ കയ്യൊപ്പുള്ളവർ, അവരുടെ പ്രിയപ്പെട്ട മക്കൾ, അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട കുടുംബക്കാർ, എന്തിനേറെ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മക്കൾ, അവരുടെ ശരീരങ്ങൾ കുന്നുകൂടുമ്പോൾ ഒരു വേദനയോടെ അവരിലേക്കൊന്ന് തിരിയാൻ ഈ സമുദായത്തിന്റെ പേരിൽ പറ്റി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ ആർജവം കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിലും മുത്തുനബി പറയുന്നു, മക്കളെ കരയണ്ടടോ, നിങ്ങൾ അകാരണമായിട്ട് കൊല്ലപ്പെടുന്നത് ഞാൻ ഇങ്ങ് കാണുകയാ. നിങ്ങൾക്ക് സുവിശേഷമുണ്ടടോ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ടടോ. കാരണം എന്നെ എന്തിനാ കൊല്ലുന്നതെന്നറിയാത്ത പിഞ്ചു പൈതലുകൾ ആയിരക്കണക്കിനല്ലേ കൊന്നുകൂടുന്നത്, 10,000-കണക്കിനല്ലേ കൊന്നുകൂടുന്നത്. സ്വന്തം ശരീരങ്ങൾ, സ്വന്തം കുടുംബക്കാരുടെ ശരീരങ്ങൾ രക്ഷപ്പെടുത്താനാകാതെ മുന്നോട്ട് പോകുന്ന എന്തിനാണ് അവരനുഭവിക്കുന്നത്? ജൂതന്മാർക്ക് കേറിക്കടക്കാൻ ഒരിടം കൊടുത്തതിന്റെ പേരിലല്ലയോ? ഈ സമുദായത്തിന്റെ വിശാല മനസ്സിന്റെ കാരണമല്ലയോ? ഈ സമുദായം പലരെയും പരിരക്ഷിച്ചിട്ടുണ്ട്, പലർക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, പലതിനും വേണ്ടി പോരാടിയിട്ടുണ്ട്, പലതിനും വേണ്ടിയിട്ട് പോരാട്ട പോർക്കളത്തിൽ അടരാടിയിട്ടുണ്ട്. മറന്നുപോകേണ്ട സഹോദരങ്ങളെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ എന്റെയാണ് ഇന്ത്യ? ഏതെങ്കിലും സവർണവർഗീയ നാസിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക്, ഏതെങ്കിലും അധികാരവർഗങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇന്ത്യയുടെ മഹത്വം അവകാശപ്പെടാൻ പറ്റുമോ? ഇന്ത്യയുടെ മഹിമ അവകാശപ്പെടാൻ പറ്റുമോ? എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യം കൂട്ടായ്മയുടെ രാജ്യമാ. ഈ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ശരീരങ്ങൾ എത്രയാ? മുസൽമാന്റെ ശരീരങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് കുന്നുകൂടിയിട്ടില്ലയോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ മക്കൾ എത്രയോ അനാഥരായിട്ടില്ലയോ സഹോദരങ്ങളെ? അനാഥരായിട്ടില്ലയോ സഹോദരങ്ങളെ? യത്തീംഖാന വിഷയമുണ്ടാക്കുന്നവർ ചിന്തിക്കട്ടെ, യത്തീം മക്കളെ പിച്ച് ചീന്തുന്നവർ ചിന്തിക്കട്ടെ. യത്തീമുകളെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുന്ന ഏഷ്യാനെറ്റ് എന്ന വേശ്യാവൃത്തി നടത്തുന്ന ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകാർ ചിന്തിക്കട്ടോ, കള്ളപത്രങ്ങൾ ചിന്തിക്കട്ടോ. എന്തിനാ യത്തീംഖാന ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടായതെന്നറിയുമോ? എങ്ങനെയാ യത്തീമുകളെ സംരക്ഷിക്കാൻ ഒരിടം ഈ രാജ്യത്ത് ആവശ്യമായി വന്നത് എന്തിനാണെന്നുള്ള ആധികാരികമായ ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളൊന്ന് പഠിക്കട്ടോ. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സമര പോരാട്ട പോർക്കളത്തിൽ വീര്യത്തോടെ അതിവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന ഉറപ്പോടെ മുന്നോട്ട് വെച്ച കാലുകൾ അതേ ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുമ്പിൽ, അവരുടെ വെടിയുടെ മുമ്പിൽ, അവരുടെ യുദ്ധയുടെ മുമ്പിൽ, അവരുടെ വാളിന്റെ മുമ്പിൽ, അവരുടെ കഠാരയുടെ മുമ്പിൽ, അവരുടെ ഒളിപ്പോരുകളുടെ മുമ്പിൽ പിഴഞ്ഞു വീണ് മരിച്ചപ്പോൾ ആ പാവപ്പെട്ട ശുഹദാക്കളാകുന്ന പാവപ്പെട്ട ഈ സമുദായത്തിന്റെ പോരാളികൾ രാജ്യത്തിന് വേണ്ടി കൊടുത്ത ശരീരമല്ലയോ? ആ അനാഥത്വം അവരുടെ മക്കളുണ്ടല്ലോ, അനാഥരായ മക്കളുണ്ടല്ലോ. ആദ്യമായിട്ട് രാജ്യത്തിൽ, ആദ്യമായിട്ട് ഇന്ത്യയിൽ, ആദ്യമായിട്ട് കേരളത്തിൽ ഒരു യത്തീംഖാന ആവശ്യമായി വന്നതിന്റെ പശ്ചാത്തലമാ പറയുന്നത്. അല്ലാതെ യത്തീംഖാന നടത്തി ആരുടെയും പള്ളം നിറക്കാൻ ഒരിക്കലും ആവശ്യമില്ല. ആർക്കെങ്കിലും സാമ്പത്തിക സ്വരൂപണത്തിന്റെ ആവശ്യമില്ല. രാജ്യത്തിന് വേണ്ടി പോരാടിയ പോരാട്ടത്തിന്റെ പിന്നിലാ ആദ്യമായിട്ട് യത്തീമുകൾ ഇവിടെ ഉണ്ടായത്. അവരെ സംരക്ഷിക്കാനാ യത്തീംഖാനകൾ മുന്നോട്ട് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താ? ജീവിതം ഈ രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച ശുഹദാക്കളില്ലയോ? ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞു പോയിന്റ്
എന്താണെന്നറിയുവോ? എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്നറിയുവോ? പലരോടും നന്ദി കാണിച്ച ഈ സമുദായം പലരോടും പ്രത്യേകമായ പരിഗണന കാണിച്ച രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ടിപ്പു സുൽത്താൻ അടക്കമുള്ള അതുപോലെ മമ്പുറം തങ്ങൾ അടക്കമുള്ള വെളിയങ്കോട് മർക്കാദി അടക്കമുള്ള രാജ്യത്തിലെ ഒരുപാട് പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും ആശിക്കീങ്ങളും ആരിഫീങ്ങളും പോരാടിയപ്പോൾ, കേരളത്തിന്റെ തനിമ കൊണ്ട് തന്നെ പോരാടിയപ്പോൾ, എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ടിപ്പു സുൽത്താൻ ചിലരുടെ പുസ്തകങ്ങളിൽ തീവ്രവാദിയായി പോയി? എവിടെയാ മമ്പുറം തങ്ങളുടെ ചരിത്രം ഈ രാജ്യത്തെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടാകുന്നത്? എവിടെയാ വെളിയങ്കോട് മർക്കാദി വായിച്ച് പഠിക്കാൻ നമ്മുടെ രാജ്യത്തെ പാഠശാലകളിൽ ഏത് പാഠപുസ്തകത്തിന്റെ ഉള്ളിലാ ഉള്ളത്? ഈ രാജ്യത്തിന് വേണ്ടി പടന്നു മരിച്ച ആത്മാർത്ഥമായ സേവനം ചെയ്ത ഇവിടുത്തെ മുസൽമാന്മാർ ഇവിടുത്തെ സവർണ്ണന്റെ കണ്ണിലെ കരടായി മാറുന്നതിന്റെ കാരണം എന്താ സഹോദരങ്ങള്? ഈ രാജ്യത്തിന് അവർക്ക് നിൽക്കാൻ നിലനിൽപ്പ് വാങ്ങിക്കൊടുത്തവർ, അതിനുവേണ്ടി കിട്ടാൻ മരിച്ചു വീണ്ട ഒരു കൂട്ടക്കാർ, എന്തുകൊണ്ടാണ് അവർ ഈ സവർണ്ണ വർഗീയ നാസിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോല് കിട്ടിയതെന്താ? ഈ ബ്രിട്ടീഷുകാരിൽ നിന്നും മുസ്ലിം സമുദായം ഏറ്റെടുത്ത പോരാട്ടത്തിൽ മോചനം കിട്ടിയത് കൊണ്ടാ. ഞാൻ പറഞ്ഞത് അങ്ങനെ പലരോടും പലതും കാണിച്ചു, പക്ഷേ പിന്നീട് അതിന്റെ പ്രതികരണം വിഷമമുള്ളതാ, താങ്ങാൻ പറ്റാത്ത പ്രതികരണങ്ങളാ. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം ഏറെയായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജൂതപ്പരിശകള് ഈ സമുദായം അയൽക്കാരൻ അവൻ കാഫിറാകട്ടെ, അവൻ ബഹുദൈവ വിശ്വാസിയാകട്ടെ, അവൻ 33 ദൈവങ്ങളെ പൂജിക്കുന്നവനാകട്ടെ, അവൻ ഏത് വിശ്വാസ പ്രമാണങ്ങൾ വെക്കട്ടെ, അവൻ ദൈവത്തെ കൊണ്ട് വിശ്വസിക്കാത്ത നിരീശ്വരവാദിയാകട്ടെ, ഏത് മുസൽമാനെ തല്ലുന്നവനും കൊല്ലുന്നവനുമാകട്ടെ, ആരായിരുന്നാലും നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറക്കല്ലെന്ന് പഠിപ്പിച്ച ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ അയൽവാസികൾക്ക് താങ്ങും തണലുമാകണമെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വലൗ കാന കാഫിറാ കിരിംജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണം, അവൻ സത്യനിഷേധിയാണെങ്കിലും ബഹുമാനിക്കണം. ഹബീബായ നബിതങ്ങളെ ആക്രമിക്കാനും മാലിന്യം പെറുക്കിയിടാനും വേണ്ടി കാത്തു നിന്ന പെണ്ണ് എല്ലാ ദിവസവും റസൂലുള്ളാഹിന്റെ ദേഹത്തേക്ക് തുപ്പുമ്പോൾ, ഹബീബായ പ്രവാചകനിലേക്ക് ചപ്പും ചവറും മാലിന്യവും വാരിയെറിയുമ്പോൾ, നബിതങ്ങളുടെ കരങ്ങൾ റിസാലത്തിന്റെ കരങ്ങൾ കൊണ്ട് ആ കബൾത്തടത്തിൽ വീണ തുപ്പുനീര് മാറ്റുമ്പോൾ ആ നജസുകൾ മാറ്റി ചിരിച്ചുകൊണ്ട് പോകുന്ന ലോകത്തിന്റെ അമ്പിളിത്തിങ്കൾ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ ആരും ചിന്തിച്ചു പോകരുത്. കാരണം ഓടപ്പിള്ളാരെ കണ്ട് അങ്ങാടി പിള്ളാരെ കൊണ്ട് പ്രവാചകനെ കല്ലെറിഞ്ഞ് അവിടുത്തെ കാൽപാദത്തിൽ നിണമൊഴുകിയപ്പോൾ, രക്തമൊഴുകിയപ്പോൾ ആകാശലോകം കരന്നില്ലടോ, മലക്ക് വന്നില്ലടോ. ജിബ്രീൽ എന്താ പറഞ്ഞത്? നബിയെ ഒന്ന് പറഞ്ഞാ മതി, പർവ്വതത്തിന്റെ ഇടയിലിട്ട് ഞങ്ങൾ ഇപ്പൊ റെഡിയാക്കി തരുമെന്ന് മലക്കുകളുടെ സമൂഹത്തിന്റെ നേതാവായ മുഖറബുൽ അംലാക്ക് പറഞ്ഞില്ലടോ. റസൂലുള്ള മുകളിലോട്ടൊന്ന് നോക്കിയാ മതി, റസൂലുള്ള ഗൗരവത്തിൽ ആ സ്ത്രീ ഒന്ന് നോക്കിയാ മതി, അതോടെ കാര്യം കഴിയും. ചരിത്രങ്ങൾ ഒരുപാടില്ലയോ? പക്ഷേ ഹബീബായ പ്രവാചകൻ പുഞ്ചിരിച്ചു കൊണ്ടുപോയില്ലടോ, പ്രവാചകനത് ക്ഷമിച്ചില്ലടോ. ശത്രുവായിട്ടും ഒരു ദിവസം നോക്കുമ്പോൾ എന്നും തുപ്പാറുള്ള, ചപ്പുചവറുകൾ വാരിയെറിയാറുള്ള, ഉപദ്രവിക്കാറുള്ള, പ്രയാസപ്പെടുത്താറുള്ള പെണ്ണിനെ കാണുന്നില്ല. ആ പെണ്ണ് എവിടെയെന്ന് ചോദിക്കുക. സ്വഹാബികളെ കൂട്ടുകാരെ, എന്നെ ഉപദ്രവിക്കുന്ന പെണ്ണ് ഇന്ന് കണ്ടില്ലല്ലോ, അവൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ സഹാബികൾ പറയുന്നു, അവള് പനിച്ച് കിടക്കുക, വീട്ടിൽ പനി പിടിച്ച അസുഖമായിട്ട് കിടക്കുക. ലോക നേതാവാരാണെന്ന് പഠിച്ചോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളുടെ വീട് തേടി പിടിച്ച് അവൾ അന്വേഷിച്ച്, എന്താണ് മോളെ, നിനക്ക് എന്ത് പറ്റി മോളെ? നിനക്ക് പനിയാണോ മോളെ? നിനക്ക് പ്രയാസമാണോ മോളെ? അല്ലാഹു ശിഫയാക്കട്ടെ മോളെ എന്ന് പ്രാർത്ഥിച്ച് സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകളും പറഞ്ഞ് തിരിച്ചുപോയ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തിന്റെ വിശാലമായ പ്രപഞ്ചം കണ്ട പെണ്ണ് ആ കടയിൽ കടന്നുകൊണ്ട് ചെല്ലിയില്ലടോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതറിയാവുന്ന പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കള്, പാവപ്പെട്ട ഗസയുടെ മക്കള്, എരിവരി കൊള്ളുന്ന ഇസ്രായേൽ എന്ന ജൂതപ്പടക്ക് കയറിക്കെടുക്കാൻ ഇടം കൊടുത്തു എന്നുള്ള ഒറ്റ ചെയ്തിയല്ലേ, ഒറ്റ പാപമല്ലേ അവർ ചെയ്തിട്ടുള്ളൂ, ഒറ്റ പ്രവൃത്തിയല്ലേ അവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ പറയുന്നത്
പറയുന്നത് എന്താ? ഈ നാട്ടിൽ ഒരാളും കാണാൻ പാടില്ല, ഒരു മുസ്ലിമും കാണാൻ പാടില്ല, ഒരു മുസ്ലിം പെണ്ണും കാണാൻ പാടില്ല, ഒരു മുസ്ലിം സ്ത്രീയും കാണാൻ പാടില്ല, ഒരു മുസ്ലിം കുട്ടിയും കാണാൻ പാടില്ല. ഇപ്പോഴാ നമ്മൾ ഹിറ്റ്ലറെ ഓർക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാട്ടാള ഭാവക്കാരനും സ്വഭാവക്കാരനും. ഹിറ്റ്ലറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻകാഫ് എന്ന് പറയുന്ന ഹിസ്റ്ററി ഉണ്ട്. തന്റെ ആത്മകഥയിലൂടെ ജൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലങ്ങളെ അദ്ദേഹം ആ ഗ്രന്ഥത്തിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, ഹിറ്റ്ലറിനെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീകരവാദിയായി അവതരിപ്പിക്കുമ്പോൾ 90 ലക്ഷം വരുന്ന ജൂതന്മാരെ കൊന്നുകളഞ്ഞപ്പോൾ, വിവിധങ്ങളായ രൂപത്തിൽ കൊന്നുകളഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രൂപത്തിൽ ക്രൂരമായി കൊന്നുകളഞ്ഞപ്പോൾ, അവസാനം 90 ലക്ഷം വരുന്ന 1 കോടിയോളം അടുത്ത് വരുന്ന അത്രയും ജൂതന്മാരെ കൊന്നുകളഞ്ഞിട്ട് അവസാനം ഹിറ്റ്ലർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഹിറ്റ്ലറെ നിന്നെ ഞങ്ങൾ ബഹുമാനിക്കേണ്ട കാലമല്ലയോ, ഹിറ്റ്ലറെ നിന്റെ വാക്കിനെ പറയേണ്ട കാലമല്ലയോ, ഹിറ്റ്ലറെ നിന്റെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കുന്നില്ലയോ, ഹിറ്റ്ലറെ നിന്റെ കാട്ടാളത്തെ ഞങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നില്ലയോ. എന്തുകൊണ്ടെന്നാൽ ആ ഹിറ്റ്ലർ പറഞ്ഞ ഒരു വാക്കുണ്ട് സഹോദരങ്ങളെ, ആ ഹിറ്റ്ലർ പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരങ്ങളെ, ഞാൻ വേണമെങ്കിൽ ഈ ഭൂമിയുടെ പുറംതലയിലുള്ള മുഴുവൻ ജൂതന്മാരെയും ഒരൊറ്റ കുഞ്ഞിനെയില്ലാതെ കൊല്ലാനുള്ള പവർ എനിക്കുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം നാളത്തെ എന്നെ കുറിച്ചുള്ള ചരിത്രം വായിക്കുമ്പോൾ ഞാൻ ഏറ്റവും വലിയ കാട്ടാളനാണെന്ന് പറയുമ്പോൾ, ഞാൻ ഏറ്റവും വലിയ ധിക്കാരിയാണെന്ന് പറയുമ്പോൾ, ഞാൻ എന്തിനായി അവരെ കൊന്നതെന്ന് എനിക്ക് ന്യായമുണ്ട്, ഞാൻ എന്തിനായി അവരെ തുടച്ചു നീക്കിയതെന്ന് എനിക്ക് ന്യായമുണ്ട്. അതുകൊണ്ട് ആ ന്യായം പുറലോകം അറിയണമെങ്കിൽ, പിന്നെ ചരിത്രത്തിന്റെ മറിക്കുമ്പോൾ അറിയണമെങ്കിൽ കുറച്ചാളുകളെ ഞാനിതാ ബാക്കി വെക്കുന്നു, കുറച്ച് ജൂതന്മാരെ ഭൂമിയിൽ ഞാൻ ബാക്കി വെക്കുന്നു. എന്തിനെന്നറിയുമോ? 90 ലക്ഷം വരുന്ന ജൂതന്മാരെ കൊന്നത് എന്തിനാണെന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു പിടി ജൂതന്മാരെ ബാക്കി വെച്ചു പോയ ഹിറ്റ്ലർ അപ്പറന്തതിന്റെ വാക്കിന്റെ അർത്ഥം ഞങ്ങൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ആ ഹിറ്റ്ലർ പറഞ്ഞ വാക്കിനെ ന്യായീകരിക്കാതെ നിർവാഹമില്ലല്ലോ സഹോദരങ്ങളെ. കാരണം നമ്മൾ ആലോചിച്ചു പോവുക, എന്തിനാ UN എന്ന് പറയുന്ന ഒരു പ്രഹസനത്തിന്റെ പരിപാടി എന്തിനാ? പാവപ്പെട്ട മക്കളെ പിടന്നു വീടുമ്പോ, ഈ സമുദായത്തിന്റെ പള്ളികൾ പൊളിക്കുമ്പോ, ഈ സമുദായത്തിന്റെ ഗേഹങ്ങൾ പൊളിച്ചു കളയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കേരളത്തിലാതിദൂരത്താ കിടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള അവസരമില്ല. പക്ഷേ ഹബീബായ പ്രവാചകൻ 17-ാം രാവിൽ പഠിപ്പിച്ച പ്രാർത്ഥനയില്ലയോ? ബദരീങ്ങളെ വിജയിപ്പിച്ച പ്രാർത്ഥനയില്ലയോ? ലോകത്തിൽ വിജയം ഒരുപാട് നേടിക്കൊടുത്ത പ്രാർത്ഥനയില്ലയോ? ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സിദ്ധൌഷധമെന്നും വജ്രായുധമെന്നും പരിചയപ്പെടുത്തിയ പ്രവാചക പുങ്കവരില്ലയോ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയാണ് അവന്റെ ആയുധമെന്ന് പഠിപ്പിച്ചില്ലയോ? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുമോ? ആമീൻ പറയുവോ? അല്ലാഹുവേ, അവിടെ മരണപ്പെട്ട് വീടുന്ന പാവപ്പെട്ട സമുദായത്തിന്റെ മക്കൾക്ക് രക്തസാക്ഷികളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവിടെയുള്ള ജൂത പരീക്ഷകളെ നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. നീ പാഠം പഠിപ്പിക്കണേ അല്ലാ. ഹബീബായ പ്രവാചകം പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് എണ്ണപ്പെടേണ്ട സമയവാ. ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ, അതുകൊണ്ട് ജൂദാ, നീ മുമ്പിൽ നിൽക്കുന്നു എന്ന് മരങ്ങൾ വിളിച്ചു പറയുന്ന കാലമെടുത്തിരിക്കുന്നു. യാ ഇസ്രായേലരെ, നിങ്ങളൊന്ന് കേട്ടോ, ഞങ്ങളുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ കാണുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സമുദായത്തിന്റെ അലമുറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കാലം തൊട്ടടുത്തുണ്ട്. എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിഞ്ഞു നിൽക്കുന്നു. കൈകാര്യം ചെയ്യണോ മുസ്ലിമേ എന്ന് വൃക്ഷങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പോരാളികളോട് പറയുന്ന ഒരു സമയം വിദൂരത്തല്ല. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ സഹോദരങ്ങളെ. അതുകൊണ്ട് അർഹമുർ റഹീമായ അല്ലാഹ്,
എന്തിനെന്നറിയാതെ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട ഈ സമുദായത്തിന്റെ മക്കൾക്ക് പ്രതിഫലം ഇരട്ടിക്കരട്ടി കൊടുക്കണേ അല്ലാഹ്. വിശുദ്ധമായ റമളാനിന്റെ പുണ്യങ്ങൾ പൂക്കാലമായി പെയ്തിറങ്ങുന്ന റമളാൻ പടച്ചവനെ വേണ്ടതുപോലെ നോമ്പെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടോ? നിർഭയത്വത്തോടെ വീട്ടിലിരുന്ന് അല്ലാഹുവിനുമായിട്ടൊന്നെടുക്കാൻ പള്ളിയിൽ പോകാൻ വീട്ടിലിരുന്ന് സഹോദരിമാർക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു കൂട്ടമായിട്ട് വിശ്വാസികൾക്കൊന്ന് നോമ്പ് തുറക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഒരു ഇഫ്താറിൽ പങ്കെടുക്കുമ്പോൾ, രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെ പരിചയപ്പെടുമ്പോൾ, ഈമാനുള്ള സത്യവിശ്വാസികളെ ആ ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ ഗസവും ഓർക്കണേ പൊന്നുമോനെ, പലസ്തീൻ ഓർക്കണേ പൊന്നുമോനെ, ഇറാഖും ഇറാനും ഓർക്കണേ പൊന്നുമോനെ. കുടുംബ ബന്ധമല്ലടാ പൊന്നുമോനെ, കൂട്ടുകാരനല്ലടാ പൊന്നുമോനെ, തൗഹീദിന്റെ ബന്ധമാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന വിശ്വാസികളുടെ ആർക്കും പൊട്ടിച്ചു കളയാൻ പറ്റാത്ത വലിയ ചരടിൽ കോർത്ത ബന്ധമാണെന്ന് ഓർക്കണേ. അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. തമ്പുരാനെ അവർക്ക് പ്രതിഫലം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തസുന്ദരമാക്കണേ അല്ലാ. പടച്ചവനെ പൂർവകാലത്തെ പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം നൽകണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഉർത്തുകയാ, അർഹമുർറഹീമായ തമ്പുരാൻ നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ, നമ്മൾ പറഞ്ഞതും കേട്ടതും കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർത്തുവെക്കണം നരകം. ആ നരകം പടച്ചു വെച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ അട്ടഹാസത്തെ ശമിപ്പിക്കുന്ന ഒരു ആയുധമുണ്ട്, മറന്നു പോകണ്ട. ഹബീബായ പ്രവാചകം പറഞ്ഞില്ലടോ, നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നതാ. ഞാൻ ചുരുക്കുകയാ, ഒന്നും കൂടി ആ ഹദീസ് പറഞ്ഞിട്ട്. രണ്ട് കണ്ണുകൾ നരകത്തിൽ പെടൂല. അത് പറഞ്ഞപ്പോഴാ നമ്മൾ അങ്ങോട്ട് ഗസയിലേക്ക് പോകേണ്ടി വന്നത്. ഏതാണ് ഒരു കണ്ണെന്നറിയോ? ഐനുൻ, ഒരു കണ്ണാ ബഖത്ത് ഫീ ജൗഫിൽ ലൈലി മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പാതിരാവിന്റെ പഴുതിലൂടെ പൊട്ടിക്കരന്ന കണ്ണുകൾ നരകത്തിൽ പോവില്ല. മറ്റൊരു കണ്ണേതാ? വൈനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട അകാരണമായിട്ട് കൊല ചെയ്യപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാതിരാവിന്റെ പടുതിലൂടെ ഉറക്കമുളച്ച് കറങ്ങി നടക്കുന്ന സമുദായത്തോടുള്ള സ്നേഹം കൊണ്ട് ഈമാനുള്ള സഹോദരങ്ങൾ ഉറക്കമുളച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ആ കണ്ണുകളും നരകം തൊടൂല, ആളും നരകത്തിൽ പോവില്ല. പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിനെ സംബന്ധിച്ചൊരൊറ്റ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാ. എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായിട്ടൊന്ന് എഴുന്നേറ്റൊന്ന് മുമ്പോട്ട് നീങ്ങി നിൽക്കണം. പരിസരത്തുള്ളവർ ഒന്ന് കടന്നു വരണം. ഇത് പ്രത്യേകിച്ചൊരു സംഘടനാ പരിപാടിയല്ലല്ലോ. ഏത് സംഘടനയോ പരിപാടിയാണെങ്കിലും അള്ളാഹുവിന്റെ ദീൻ, ഹക്കായ ദീൻ പറയുന്നിടത്ത് ഒരുമിച്ച് കൂടാം, അതിനൊരു തെറ്റൊന്നുമില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള ഒരു കൂട്ടായ്മ അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിനോട് സ്നേഹമുള്ളവരാ, അഹ്ലുസുന്നത്തിന്റെ പോരാളികളാ. അല്ലാഹുവേ ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ. അതുകൊണ്ട് ഈ നരകത്തിന്റെ മോചനത്തിന്റെ പത്തിൽ ഇങ്ങനെ അമൂല്യമായ ഒരു അവസരം അല്ലാഹു തന്നപ്പോൾ പരിസരത്ത് നിൽക്കല്ലേ സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് അടുത്തു വരുവോ, തമ്പുരാന്റെ മുമ്പിലൊന്ന് ഖൈറെന്ന് ചോദിക്കുവോ, അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കുവോ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന രാവാ സഹോദരങ്ങളെ. അതുകൊണ്ട് ഖിലാസോടൊന്ന് പ്രാർത്ഥിക്കുവോ, തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നാളെ നടക്കുന്ന നമ്മുടെ സമീപത്തെ സ്ഥാപനമാ. നിങ്ങൾ പ്രചരണ പരിപാടികൾ കൂടുതൽ എന്നെക്കാളും പരിചയപ്പെട്ടവരാ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞു സഖാഫി ഉസ്താദും അതുപോലെ സുഹൃത്ത് ഫാറൂഖ് നഈമി അതുപോലെ ഉസ്താദന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന അൽഹംദുലില്ലാഹ് പരിസരത്തുള്ള ആറ്റിങ്ങൽ മഖ്ദൂമിയ, ആ മഖ്ദൂമിയയുടെ നാളത്തെ പ്രാർത്ഥനാ സമ്മേളനവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഒരു ചെറിയ ഇങ്ങേറ്റത്തുള്ള ഒരു സാരഥി എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാ. അൽഹംദുലില്ലാഹ് അവിടെ ചെറിയ ഒരു സംസാരം ഈ വിനീതനുണ്ടാകും. അസ്ർ കഴിഞ്ഞാൽ നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വിനീതൻ ഒരു ചെറിയ പ്രഭാഷണത്തിന് അവസരമുണ്ട്. അതുപോലെ നോമ്പുതറയുണ്ട്. അതുപോലെ സമുദായത്തിന്റെ നേതാക്കന്മാരിൽ മുൻനിരയിലുള്ള മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾ വരുന്നുണ്ട്. രാത്രിയിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാ, ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ
അല്ലാഹുവേ പരിപാടികളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തിക്കണേ അല്ലാ, പരിപാടികളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തിക്കണേ അല്ലാ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് പടച്ചവൻ ഇൻഷാ അല്ലാഹ് വീണ്ടും അനുവദിക്കും നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള വാഗ്ദാനത്തോടെ ഞാൻ ചുരുക്കുകയാ. ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടി കഴിഞ്ഞാൽ ഈ വിനീതൻ ലക്ഷദ്വീപിലേക്ക് പോവുകയാ. അവിടെ 4-5 ദിവസത്തെ പരിപാടിയുണ്ട്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാൻ പറയുകയാ. അല്ലാതെ എനിക്ക് പരിപാടിയാണെന്ന് നിങ്ങളെ അറിയിക്കാനല്ല. പോകുന്ന വഴി ഖൈറാകുവാൻ, നമ്മുടെ നാവിന് അസറുണ്ടാകുവാൻ, ഖൽബിൽ ഈമാൻ ഉണ്ടാകുവാൻ, പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകുവാൻ, അതിനോടി നടക്കുന്നവർക്ക് ദ്വാരക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഞാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാന്റെ ഹബീബായ പ്രവാചകം പറയുകയാ, നാളെ ഒരു ലോകത്ത് ആ നരകം ഇങ്ങനെ അട്ടഹസിക്കും, പരലോകത്തിൽ നരകം ഇങ്ങനെ അട്ടഹസിക്കും. നരകം ഇങ്ങനെ അട്ടഹസിക്കും. എപ്പോഴാ നരകം അട്ടഹസിക്കുന്നതെന്നറിയുവോ? ആ നരകം അട്ടഹസിക്കുന്ന സമയം എപ്പോഴാണെന്നറിയുവോ? ആ നരകത്തിന്റെ ഭക്ഷണമാകുന്ന ആളുകളെ കാണുമ്പോൾ, നരകത്തിന്റെ ഭക്ഷണമാകുന്ന കാട്ടാളഭാവമുള്ളവരെ കാണുമ്പോൾ, അള്ളാഹുമായിട്ട് ബന്ധമില്ലാത്തവരെ കാണുമ്പോൾ, റമളാനെ ബഹുമാനിക്കാത്തവരെ കാണുമ്പോൾ, കൃത്യമായി നിത്യമായി നിസ്കരിക്കാത്തവരെ കാണുമ്പോൾ നരകം ഇങ്ങനെ അട്ടഹസിക്കും. സഹോദരങ്ങളെ, നരകം ഇങ്ങനെ അട്ടഹസിക്കും. അള്ളാഹു മലക്കുകൾക്ക് ഓർഡർ കൊടുക്കുക, ആ പാനീയം കൊണ്ടുവന്നൊഴിക്കൂ, നരകമൊന്ന് ശാന്തമാകട്ടെ, നരകത്തിന്റെ ഈ അട്ടഹാസം ഒന്ന് നിലക്കട്ടെ, നരകത്തിന്റെ അട്ടഹാസം ഒന്ന് നിലക്കട്ടെ, ആ പാനീയം കൊണ്ടുവന്നൊഴിക്കൂ. ജിബ്രീൽ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പാത്രത്തിൽ, ഒരു ചഷകത്തിൽ, ഒരു പാത്രത്തിൽ അതാ കുറച്ച് പാനീയം കൊണ്ടുവരികയാ. പാനീയം കൊണ്ടുവന്ന് നരകത്തിലേക്ക് തളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നരകം ശാന്തമാവുകയാ, നരകം ശാന്തമാവുകയാ. ഏതാണ് പാനീയമെന്നറിയുവോ സഹോദരങ്ങള്? ഏതാണ് ആ പാനീയമെന്നറിയുവോ സഹോദരങ്ങള്? ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, അല്ലാഹനെ പേടിച്ച്, റബ്ബിനെ ഭയപ്പെട്ട്, നരകത്തെ ഭയപ്പെട്ട്, അല്ലാഹുവിന്റെ അദാബിനെ ഭയപ്പെട്ട് സ്വന്തം ചെയ്തു പോയ പാപങ്ങളുടെ ചെയ്തികളുടെ ഓർമ്മ വന്നു, അല്ലാഹുവിന്റെ അദാബിനെ ഭയന്ന്, നരകത്തെ ഭയന്ന്, പരലോകത്തെ ഭയന്ന്, ഖബറിനെ ഭയന്ന്, റബ്ബിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ ആ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരാ പാനീയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ നയനങ്ങളിൽ നിറ്റുന്ന ഒരൊറ്റ കണ്ണുനീരും പാടല്ല, പാടല്ല, പാടല്ല സഹോദരങ്ങളെ. അള്ളാഹനെ ഓർത്തിട്ട് കരയാനാ അള്ളാഹു കണ്ണ് തന്നിട്ടുള്ളത്, വെറുതെ അങ്ങടുത്ത് പ്രയോഗിക്കാനല്ല. തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പല സഹോദരങ്ങളും ദുആരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സ് ഒരുപാട് ആളുകളോട് കടമപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല. പടച്ചവനെ, സദസ്സുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടി ഇത്രയും സമയം ആത്മാർത്ഥമായിട്ട് കേട്ട ആളുകള്, കടയിലിരിക്കുന്ന ആളുകള്, വീട്ടിലുള്ള ആളുകള്, പരിസരത്തിരിക്കുന്ന ആളുകള്, വിശിഷ്യ എന്റെ മുമ്പിൽ ഇപ്പൊ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ജനാവലി, തമ്പുരാനെ, തമ്പുരാനെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ മുഴുവൻ അമലുകളും സ്വീകരിക്കണേ അല്ലാ. നാളത്തെ പ്രഭാതം പുതിയ ഒരു പ്രഭാവത്തോടുകൂടിയുള്ള പ്രഭാതമാക്കണേ അല്ലാ. നാളത്തെ പുലരി ഒരു അല്ലാഹുവേ നിന്നെ ഭയപ്പെടുന്ന ഒരു പുതിയ പുലരിയാക്കണേ അല്ലാ. നരകമോചനം അധ്വാനിച്ച് റബ്ബിനോട് ഇരന്നു വാങ്ങാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ.